തദ്ദേശ വാർഡ് വിഭജന ബിൽ ചർച്ചയില്ലാതെ പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം. ബില്ല് പാസാക്കിയത് മോദി ശൈലിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നേരത്തെ നിയമസഭ ചർച്ച ചെയ്ത ബില്ലിന്റെ പകർപ്പാണ് ഇന്നലെ അവതരിപ്പിച്ചതെന്ന് മന്ത്രി എം.പി. രാജേഷ് വിശദീകരിച്ചു. ബില്ല് ചർച്ചയില്ലാതെ പാസാക്കിയതിൽ തെറ്റില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ റൂളിംഗ് നൽകി. ചർച്ചയില്ലാതെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് പാസാക്കിയത് ക്രമപ്രശ്നമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കിയത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സർക്കാർ മോദിയുടെ ശൈലി പിന്തുടരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസാക്കിയുണ്ടായത്. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ബില്ല് വേഗത്തിൽ പാസാക്കേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് മന്ത്രി എം.പി. രാജേഷ്. സഭ പാസാക്കിയത് പഴയ ബില്ലിന്റെ പകർപ്പാണെന്നും മന്ത്രി വിശദീകരിച്ചു. ഈ ബില്ല് എത്രയും പെട്ടെന്ന് പാസാക്കുക എന്നതൊരു അടിയന്തര ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അനാവശ്യ ധൃതിയുടെയോ പിടിവാശിയുടെയോ വാശി തീർക്കലിന്റെയോ ഏകാധിപത്യത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ 2020 ഈ സഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി, അവിടെ ചർച്ച ചെയ്ത്, അവിടെ നിന്ന് വീണ്ടും തിരിച്ച് സഭയിൽ വന്ന് വീണ്ടും ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളെല്ലാം ചർച്ച ചെയ്ത് പാസാക്കിയതാണ്. അതിന് ഗവർണറുടെ അസന്റും കിട്ടിയിട്ടുള്ളതാണ്. ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയ ചരിത്രമുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ റൂളിംഗ് നൽകി. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടുള്ളതിനാൽ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുമെന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് രണ്ടക്കങ്ങളും ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെയും അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ്. ഓർഡർ. ചർച്ചയില്ലാതെ ബില്ല് പാസാക്കിയതിൽ തെറ്റില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകിയതിന് പിന്നാലെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.